ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന മിസ്റ്റർ കിട്ടി എന്ന് പറഞ്ഞ മൂവിയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ബ്രേക്ക് ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ പോയി കാട്ടാളനും ബ്ലാസ്റ്റും കണ്ടു. അതിൽ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അതിരടിയും ദൃശ്യം 3യും കാണാനും. അങ്ങനെ ഇരുന്നപ്പോഴാണ് എറണാകുളത്ത് ഒരു ഓഡീഷൻ കോൾ കണ്ടത്. എങ്കിൽ പിന്നെ നേരെ ഓഡീഷൻ പോയേക്കാന്ന് വിചാരിച്ച് നേരെ എറണാകുളത്തിന് വെച്ച് പിടിച്ചപ്പോഴാണ് മഴ ഒരു ശല്യമായി നിന്നത്. എറണാകുളത്ത് വന്നതിന് ഓഡീഷന്റെ സമയം കഴിഞ്ഞു പോയി. എങ്കിൽ പിന്നെ ഞാൻ അഭിനയിച്ച ഒരു സിനിമയായിട്ടുള്ള തിരക്കിനിടയിൽ അല്പനേരം എന്ന് പറഞ്ഞ സിനിമ കണ്ടേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ പോയി നമ്മുടെ സംഗീത തിയേറ്ററിൽ തിരക്കിനിടയിൽ അല്പനേരം കാണാൻ വേണ്ടി കയറി. ഒരു പറ്റം കുട്ടികളുടെ കഥ പറയുന്ന ജയൻ ആനിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം നല്ലൊരു സോഷ്യൽ മെസ്സേജ് ആണ് പങ്കുവെക്കുന്നത്. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ശബ്ദം നൽകിയ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. നമ്മുടെ സ്വന്തം ശബ്ദത്തിൽ തിയേറ്ററിൽ ഇരുന്ന ഒരു സിനിമ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. നിഷാന്ത് വന്നിരിക്കുകയാണ്. നമുക്ക് നിഷാന്തിനോട് ചോദിക്കാം. നിഷാന്ത്, മികച്ച സ്റ്റുഡന്റ് ആയി മോനെ സെലക്ട് ചെയ്തിരിക്കുകയാണല്ലോ. മോൻ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. ടീച്ചർമാരെ പഠിപ്പിച്ചിരുന്ന പാഠം തന്നെ പഠിച്ചു. ഞാൻ പറയാം, എന്റെ പേര് ആൽവിൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഈ സിനിമയിൽ ഒരു ചാനലിലെ റിപ്പോർട്ടറായിട്ടാണ് കേട്ടോ അഭിനയിച്ചിരിക്കുന്നത്. മോനൊന്ന് വിശദീകരിക്കാമോ? മോൻ വിഷമിക്കില്ലേ? എന്നിട്ട് തിരക്കിനിടയിൽ ഒരു അല്പനേരമെങ്കിലും ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പോർഷൻസ് വന്നപ്പം ചുമ്മാ ഒരു ആഗ്രഹം കൊണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ സിനിമയുടെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും പുറത്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. അപ്പം ഇതൊന്നും പുറത്തു പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഡയലോഗ്സ് എല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ഒരാൽവിയുടെ മാത്രം അനുഭവമാണ്. ഇതുപോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആൽവിമാർ നമ്മുടെ ചുറ്റുമുണ്ട്. ജയകൃഷ്ണനെയും വിനീതയും പോലെയായി മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ക്യാമറമാൻ ഷാജനോടൊപ്പം ജോൺ കുരുവിള.